ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓഗസ്റ്റ് മാസം നടക്കാൻ വേണ്ടി പോകുന്ന എക്സാമിനേഷൻസിന്റെ എല്ലാ ലിസ്റ്റ് അല്ലെങ്കിൽ പറയുന്ന കലണ്ടർ എന്താണ് നമ്മുടെ PSC ഇതാ ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന നമ്മൾ ഇന്നൊരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പറയുന്നത് ഈ ഓഗസ്റ്റ് മാസം നടക്കാൻ വേണ്ടി പോകുന്ന എക്സാമിനേഷൻസ് ഏതെല്ലാമാണ്, എക്സാമിനേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് എക്സാമിനേഷൻസ് ഏതെല്ലാമാണ്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ ഈ പറയുന്ന ഡിഗ്രി പ്രിലിംസിന്റെ എക്സാമിനേഷൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന മെയ് മാസങ്ങളിലും ജൂൺ മാസങ്ങളിലുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത് അല്ലേ. ജൂൺ മാസത്തോട് കൂടി തന്നെ എക്സാമിനേഷൻ കഴിയും. പിന്നെ പൊതുവെ ഈ പറയുന്ന മെയിൻസ് എക്സാമിനേഷൻസ് എന്ന് പറയുന്നത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് പറയുന്നത് ഓഗസ്റ്റ് മാസമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കലണ്ടർ അനലൈസ് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന ഓഗസ്റ്റ് മാസം തന്നെ മെയിൻസ് എക്സാമിനേഷൻ കാണുകയുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേതെങ്കിലും മാസങ്ങളിലേക്ക് മാറ്റപ്പെടുമോ അല്ലെങ്കിൽ ഈ പറയുന്ന കലണ്ടർ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവർ ഒരു ടെനേറ്റീവ് കലണ്ടർ ഇറക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ പറയുന്ന PSC ഇത്രയും കാലം ഈ പറയുന്ന ടെനേറ്റീവ് കലണ്ടർ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത് എക്സാമിനേഷൻ നടത്തിക്കൊണ്ട് പോവാറ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഈ പറയുന്ന ഡിഗ്രി പ്രിലിംസിന്റെ ഒക്കെ പ്രിലിംസ് എക്സാമിനേഷൻസ് എന്ന് പറയുന്നത് അവർ പറഞ്ഞ പോലെ തന്നെ മെയ് മാസങ്ങളിലും ജൂൺ മാസങ്ങളിൽ തന്നെയാണ് എന്ത് ചെയ്ത് നടത്തിയിട്ടുണ്ടായിരുന്നത്. മെയ് ആദ്യം തന്നെ എന്ത് ചെയ്തിരുന്നു പ്രിലിംസിന്റെ ഡേറ്റും പരീക്ഷ എല്ലാം എന്ത് ചെയ്ത് നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രധാനമായിട്ട് പ്രതീക്ഷിച്ചിരുന്നത് ഓഗസ്റ്റ് മാസമാണ് അല്ലെ. ഓഗസ്റ്റ് മാസമാണ് മെയിൻസ് എക്സാമിനേഷൻ നടക്കാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊക്കെ ഈ പറയുന്ന കലണ്ടറിനകത്ത് പ്രതിപാദിക്കുന്നുണ്ടോ ഇല്ലയോ, അതേപോലെ തന്നെ ഓഗസ്റ്റ് മാസം നടക്കാൻ വേണ്ടി പോകുന്ന വളരെ സുപ്രധാനപരമായിട്ടുള്ള എക്സാമിനേഷൻസ് ഏതെല്ലാമാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നോക്കി പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് നമ്മുടെ ഈ പറഞ്ഞ ഓഗസ്റ്റ് മാസം നടക്കാൻ വേണ്ടി പോകുന്ന എക്സാമിനേഷൻസിന്റെ എല്ലാം ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് ആണ് അല്ലേ. അപ്പൊ അതിൽ ആദ്യം തന്നെ കാണാൻ വേണ്ടി പറ്റുന്ന പറഞ്ഞാൽ 10th പ്രിലിംസിന്റെ നമ്മുടെ കമ്പനി ബോർഡിലേക്ക് മറ്റുമായിട്ടുള്ള 10th പ്രിലിംസിന്റെ എന്താണ് സ്റ്റേജ് 3യുടെയും സ്റ്റേജ് 4ന്റെ എക്സാമിനേഷന്റെ ഡേറ്റ് ആണ് അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന സ്റ്റേജ് 1ഉം 2ന്റെ ഒരു ദിവസം തന്നെ നടക്കുന്നത്. സ്റ്റേജ് 3ഉം 4ഉം എന്താണ് മറ്റൊരു ദിവസമാണ് നടക്കുന്നത്. അപ്പൊ 3ഉം 4ഉം ഒരു ദിവസം തന്നെയാണ് അല്ലെ. സ്റ്റേജ് 1ഉം 2ന്റെ കൂട്ടി തന്നെ 3ഉം 4ഉം ഒരു ദിവസം തന്നെയാണ് എന്ത് ചെയ്യുന്നത് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഈ പറയുന്ന ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്, ഡയറക്ട് റിക്രൂട്ട്മെന്റ്, പ്രിലിമിനറി എക്സാമിനേഷൻസ്, വേരിയസ് ഗവൺമെന്റ് ഓൺ കമ്പനീസ് പ്രധാനമായിട്ട് ഈ പറയുന്ന ഓഗസ്റ്റ് 1-ാം തീയതി തന്നെ എന്ത് ചെയ്യും നടക്കും അല്ലെ. ഓഗസ്റ്റ് 1-ാം തീയതി തന്നെ 10th പ്രിലിംസിന്റെ എന്ത് നടക്കും പ്രിലിംസ് നടക്കും. ഈ പറയുന്ന 10th പ്രിലിംസ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 1-ാം തീയതി തന്നെ എന്ത് ചെയ്യും നടക്കും. അതിന്റെ സ്റ്റേജ് 1 സ്റ്റേജ് 3 നടക്കും. സ്റ്റേജ് 4 എന്ത് ചെയ്യും ഒരു ദിവസം തന്നെ കണ്ടക്ട് ചെയ്യുന്നത്. സ്റ്റേജ് 3 എന്ന് പറയുന്നത് ഇപ്പൊ രാവിലെ അല്ലെ 10 മണി തൊട്ട് 12:35 വരെ 1:35 വരെ ആയിരിക്കും സ്റ്റേജ് 3 എന്ന് പറയുന്നത്. സ്റ്റേജ് 4 എന്ന് പറയുന്നത് അന്നേ ദിവസം തന്നെ ഉച്ച കഴിഞ്ഞു, അതായത് 1:30 മുതൽ 3:30 വരെ ആയിരിക്കും എന്ത് ചെയ്യും നടക്കുക എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് ഈ പറയുന്ന രീതിയിൽ എത്രത്തോളം കാൻഡിഡേറ്റ്സ് അപ്പിയർ ചെയ്യും എന്നുള്ളതിനെ പറ്റിയുള്ള വിവരങ്ങളൊന്നും നൽകിയിട്ടില്ല. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോർമാൻ, അതേപോലെ തന്നെ നമ്മുടെ LDC അല്ലെ, നമ്മുടെ ഈ പറയുന്ന ബെക്കോടേക്ക് പറയുന്ന പരീക്ഷകൾ തന്നെ ഈ പറയുന്ന 1-ാം തീയതി തന്നെയാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ പ്രധാനപ്പെട്ട എക്സാമിനേഷൻസ് എന്ന് പറയുന്നത് ഒന്നുമില്ല. പിന്നെ ഒന്ന് സബ് എഞ്ചിനീയർ ആണ്, ഇൻസ്ട്രക്ടർ ബൈൻഡിങ്, ബൈൻഡർ ഡയറക്ട് റിക്രൂട്ട്മെന്റ്, ബൈൻഡർ ഗ്രേഡ് 2 അല്ലെ, ബൈൻഡർ തന്നെയാണ് പിന്നെ ഉള്ളത്. ലെക്ചറേറ്റ് ഇൻ ഡാൻസ്, അതേപോലെ തന്നെ ടെക്നിക്കൽ അസിസ്റ്റന്റ്, റിസപ്ഷനിസ്റ്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ്, പിന്നെന്താണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ, ലൈബ്രറിയൻ ആണ് പിന്നെ ഉള്ളത്, ജൂനിയർ ഇൻസ്ട്രക്ടർ, പിന്നെന്താണ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ, ട്രേസർ, അതേപോലെ തന്നെ പിന്നുള്ളത് സൂപ്പർവൈസർ ആണുള്ളത്, സ്വിംഗ് ടീച്ചർ, പിന്നെന്താണ് ലെക്ചറർ, അതേപോലെ തന്നെ കോപ്പി ഹോൾഡർ, ഇൻസ്ട്രക്ടർ. അന്ന് വളരെ നമ്മൾ അധികം നോക്കിയിരിക്കുന്ന പരീക്ഷകളൊന്നും തന്നെ അല്ലത് അല്ലേ. പ്രോജക്ട് ഓഫീസർ, ട്രേസർ, പിന്നെന്താണ് ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് ഡയറക്ട്മെന്റ് എന്നീ പറയുന്ന കുറച്ച് തസ്തികകളാണ് നൽകിയിട്ടുള്ളത്. പ്രധാനമായിട്ടും നമ്മൾ നോക്കിയിരുന്ന് നമ്മൾ എഴുതുന്നതും ഒരുപാട് ഫോക്കസ് ചെയ്ത് ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്നതുമായ എക്സാമിനേഷനായ 10th പ്രിലിംസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഓഗസ്റ്റ് മാസം നടക്കാൻ വേണ്ടി പോകുന്ന വളരെ സുപ്രധാനപരമായ എക്സാമിനേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മൾ ഈ ഓഗസ്റ്റ് മാസം എന്തുകൊണ്ട് പ്രതീക്ഷിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കാണാൻ വേണ്ടി പറ്റുന്നത് നമ്മുടെ ഈ പറഞ്ഞ ഡിഗ്രി ലെവൽ പരീക്ഷകൾ അല്ലേ, അതിൻ്റെ ഒരു ടെനേറ്റീവ് കലണ്ടർ ആയിരുന്നു. കാരണം ഈ ഡിഗ്രി ലെവൽ പരീക്ഷകളെല്ലാം തന്നെ അവർ ആദ്യഘട്ടം പറഞ്ഞ പോലെ തന്നെ പ്രിലിംസ് എന്ന് പറയുന്നത് എന്താണ് ഈ പറഞ്ഞ മെയ് ജൂലൈ മാസങ്ങളാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന പ്രിലിംസിന്റെ തീയതി എന്ന് പറയുന്നത് അല്ലെ, പല പ്രിലിംസിന്റെ തീയതി ഈ പറഞ്ഞ മെയ് 2 മുതലാണ് എന്ത് ചെയ്യുന്നത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അല്ലെ. മെയ് 2 മുതലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ എന്ത് ചെയ്തിരുന്നു ഈ പറയുന്ന പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചിരുന്നത് ഈ പറഞ്ഞ ഓഗസ്റ്റ് മാസം തന്നെ എക്സാമിനേഷൻ നടത്തും എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ ഓഗസ്റ്റ് മാസം ഇറങ്ങിയിട്ടുണ്ടെന്ന കലണ്ടറിൽ എന്ത് ചെയ്യുന്നില്ല, അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നില്ല. ദാറ്റ് മീൻസ് ഈ പറയുന്ന സെപ്റ്റംബർ മാസം അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നേ സെപ്റ്റംബർ മാസം ആദ്യമോ അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒരു മിഡോട് കൂടി തന്നെ എന്ത് കാണാൻ വേണ്ടി പറ്റും നമുക്ക് ഈ പറയുന്ന അതിൻ്റെ മെയിൻസ് എക്സാമിനേഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ പൊതുവേ ഈ പറയുന്ന ഒരു കട്ട് ഓഫ് ഒക്കെ ആളുകൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരു 40 അടുപ്പിച്ചൊക്കെ 40-ന് മുകളിലോട്ടൊക്കെ മാർക്കുകൾ മേടിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥിക്ക് പ്രിലിംസ് എന്ത് ചെയ്യാൻ പറ്റും, ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന പ്രിലിംസ് ഇപ്പോഴും കഴിയാത്ത ആളുകൾ കാണും. പ്രിലിംസ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് മെയിൻസ് എക്സാമിനേഷന് വേണ്ടി പഠിച്ചു തുടങ്ങുന്നവർ കാണും. അപ്പോൾ നിങ്ങളുടെ മുന്നിലെന്ന് പറഞ്ഞാൽ ഇനി എന്താണ് ഇപ്പം ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഇപ്പം 3 മാസത്തോളം എന്ത് ചെയ്യുന്നുണ്ട് ടൈം നിങ്ങളുടെ മുന്നിലേക്ക് എന്ത് ചെയ്യും എത്തും അല്ലേ. അപ്പം നിങ്ങൾ
പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഓൾറെഡി പ്രിലിംസിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും പഠിച്ചിട്ടുള്ളവരായിരിക്കും. അതിന്റെ ആ ഒരു ഫ്ലോ വിടാതെ എന്ത് ചെയ്യുക, ഈ പറയുന്ന മെയിൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ട് പഠിക്കുക. അതിന്റെ കൂട്ടത്തിൽ അതേപോലെ തന്നെ റിവിഷൻസും അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രിലിംസിൽ കവർ ചെയ്യാൻ വേണ്ടി സാധിക്കാത്ത ടോപ്പിക്കുകൾ അതെല്ലാം എടുത്ത് വെച്ച് പഠിക്കുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യുക, പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇപ്പോൾ സ്റ്റേജ് 1, 2, 3 അല്ലെ 3 സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം കൂടെ അനലൈസ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക, മെയിൻസിലേക്ക് കടക്കുക. പിന്നെ സ്പെഷ്യൽ ടോപ്പിക് ഉള്ള പരീക്ഷകൾ പ്രധാനമായിട്ട് ഈ പറയുന്ന SI പോലെ പരീക്ഷകളൊക്കെ എന്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് ഇച്ചിരി കൂടെ ഫോക്കസ് ചെയ്യും. ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആയിക്കോട്ടെ, കേരള പോലീസ് SI ആയിക്കോട്ടെ അല്ലെ, അപ്പൊ അങ്ങനെ തസ്തികകളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തിട്ട് ഈ സ്പെഷ്യൽ ടോപ്പിക്കിനെ എന്താണ് പ്രാതിനിധ്യം കൊടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഒരുപാട് മാർക്കില്ലേ, എനിക്ക് തോന്നുന്നത് 10-20 മാർക്കിന് മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്. ഇപ്പം സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. നല്ലൊരു ശതമാനം മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് മാത്രം സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ ഓറിയന്റ് അല്ലെ ഈ പറയുന്ന ബേസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് കഴിയും. ഓക്കെ, അപ്പം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു സുവർണാവസരമാണ്. കാരണം ഈ പറയുന്ന പ്രിലിംസ് കഴിഞ്ഞ ശേഷം ഇച്ചിരി കൂടെ പഠിക്കാനും റിവൈസ് ചെയ്യാനും കൂടെ സമയമാണ് കിട്ടുന്നത് അല്ലേ. നമ്മൾ ഉടനെ ഓൾറെഡി പ്രിലിംസിനൊക്കെ പഠിച്ചതുകൊണ്ട് തന്നെ മെയിൻസിന് അത്ര എഫേർട്ട് വേണ്ട. എന്നാലും ഈ പറയുന്ന രീതിയിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് മനസ്സിലാക്കാനും എന്ത് ചെയ്യുക ശ്രമിക്കണം. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണും മറ്റു കാര്യങ്ങളും എല്ലാം കൂടെ മനസ്സിലാക്കി പഠിക്കുന്നത് ഇച്ചിരി കൂടെ നന്നായിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ 10th പ്രിലിംസിന്റെ എക്സാമിനേഷൻസിനെ ബന്ധപ്പെട്ട് ഇപ്പോൾ 4 സ്റ്റേജിന്റെ തീയതികൾ എന്ത് ചെയ്യുന്നുണ്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ പറയുന്ന 2 തീയതികളായിട്ട് 4 സ്റ്റേജുകളിലായിട്ടാണ് എക്സാമിനേഷൻ നടക്കുക. ഓക്കെ, അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യുക, വളരെ വൃത്തിയായിട്ട് തന്നെ എന്ത് ചെയ്യുക, പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. ടെൻഷൻ ഒന്നും വേണ്ട, വളരെ കൂളായിട്ട് തന്നെ എന്ത് ചെയ്യുക, അതിനേക്ക് അപ്പിയർ ചെയ്യുക. നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് എന്ത് വേണം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ അല്ലേ. പിന്നെ സുപ്രധാനപരമായ മറ്റൊരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ടും നോക്കിയിരിക്കുന്ന LDC പോലുള്ള പരീക്ഷകളാണ്. ഓക്കെ, LDC പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ വർഷം അവസാനത്തെ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ LDC പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന മിഷൻ LDC 2027 വേണ്ടി ഒരു ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നിങ്ങൾക്കും എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്, എങ്ങനെയാണ് കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കോഴ്സിന്റെ പാറ്റേൺ അല്ലേ, എങ്ങനെയാണ് ഈ പറഞ്ഞ് പഠിച്ചു തുടങ്ങേണ്ടത്, ഇനി എത്രത്തോളം സമയം നമ്മുടെ മുന്നിലുണ്ട്, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഈ പറയുന്ന ഉദ്യോഗത്തെ സംബന്ധിച്ച് കാണും. അത്തരത്തിലും സംശയങ്ങൾ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡൗട്ടും നമ്മൾ എന്ത് ചെയ്യും, ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം എല്ലാവരും നിങ്ങളുടെ പഠനം എന്ത് ചെയ്യുക, നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഓക്കെ, അപ്പം ഇത് പ്രധാനമായിട്ട് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഈ പറയുന്ന സെപ്റ്റംബർ മാസം ഈ പറയുന്ന ഡിഗ്രി മെയിൻസിൻ്റെ ഒക്കെ എക്സാമിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഓഗസ്റ്റ് മാസം 10th പ്രിലിംസിൻ്റെ ഒക്കെ എക്സാമിനേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ സ്റ്റേജ് 2 എക്സാമിനേഷൻ ഉണ്ട്. അപ്പം അത്രയും മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും നമ്മുടെ ഈ വീഡിയോയിലൂടെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അതേപോലെ തന്നെ 10-40 മാർക്കിന് മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഗ്രി പ്രിലിംസിന് മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും അതിന് എന്താണ് നിങ്ങളതിന് പഠനം നിർത്താതെ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇത് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല എന്ന് പറഞ്ഞ ആളുകൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ പഠനം നിർത്തരുത്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഒരു ട്രാക്കിലാണ്. ആ ട്രാക്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കുക അല്ലേ. ഈ പറയുന്ന 10th പ്രിലിംസ് നമ്മുടെ അരികിലുണ്ട് അല്ലേ. നിങ്ങൾ ഓൾറെഡി ഡിഗ്രി പ്രിലിംസിന് വേണ്ടി പഠിച്ചവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്നത് ചിലപ്പോൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല. അതവിടെ കളയരുത് അല്ലേ. ഇച്ചിരിയും കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ എഫോർട്ട് ഇച്ചിരി കൂടെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, 10th പ്രിലിംസും കൂടെ നമ്മുടെ കയ്യിലിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വീണ്ടും കാണാം. ബൈ.